അപ്പം എന്തൊക്കെ വർത്താനം സുഖല്ലേ? ഇന്ന് നമ്മൾ വീട് പണിയൊന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി വൈബിന് വേണ്ടിയിട്ട് വന്നതാണ്. ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ കുറച്ച് ആൾക്കാർ യൂട്യൂബേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം ഒന്ന് കണ്ടുനോക്കിട്ടോ. എന്താണ് സംഗതി, എന്തായതാണ്. ബാക്കിലൊരു ബോർഡുണ്ട്, കടവ് സ്റ്റേ റിസോർട്ട് എന്നാണ്. അപ്പോൾ ഇതെന്താണ് ഏതാണെന്നൊക്കെ ഇന്ന് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ട്, ഷോർട്ട് നമ്മളെ ചാനലിലുണ്ട്. അതും ഒന്ന് പോയി കണ്ടാൽ ഇതിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും സേവ് ചെയ്ത് വെച്ചു. സെസമോട് പോലെ പണി തുടങ്ങിയിട്ടാ. സെമടാ എങ്ങനെയുണ്ടേ? സൂപ്പർ. അവിടെതാ പുഴയുണ്ടോ? അവിടെ പോയി നോക്കാം, നമ്മളെ പോയി നോക്കാം. വരി വെള്ളടി തുടങ്ങി നമ്മളാ. അപ്പൊ ഞാനും വെള്ളടി. പൊളിയല്ല ശിമള ശിമള ചേച്ച സൂപ്പർ. പോട്ടെ പോട്ടെ, ഇത് കൂടെ പോയേക്കും. എടാ അവിടെ ഒരു ബോട്ടുണ്ട്, അടിപൊളി വൈബ് ഏരിയ അല്ലേ. പുഴയിലേക്ക് ഇറങ്ങുന്ന കർശനമായ നേർച്ചയായിരിക്കും. അപകടം ഉണ്ടായ റിസോർട്ട് ഉത്തരവാദിയല്ല. നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ, നമ്മൾ പുഴൻ്റെ അടുത്തേക്ക് പോയി നോക്കല്ലേ കാണാൻ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വാ അടിപൊളി വൈബ്. വൈബ് തന്നെ പറയാം, പൊലം വൈബ് അല്ലേ ശിമള. അവിടെ അതിനുള്ളിൽ കസാലൊക്കെ ഉണ്ടല്ലോ. ബോട്ട് റെഡിയാക്കി കൊണ്ടുവെക്കടാ. അതാണ് ബോട്ട് റെഡിയാക്കി കൊണ്ടുവെക്കണം. പോത്തുമാൻ ക്യാബി അവിടേക്ക് പോകണ്ട, ഇത് കീഞ്ഞു പോകാൻ നല്ല സാധ്യത ഉണ്ട്. അകടബം ഔ ഇങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ടാക്കിയ ഫുൾ ഹൈലൈറ്റ് മാളല്ല ശിമള. ആ ഫ്ലാറ്റേ കയറാം. ആ ഇപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലം. ഇത് കണ്ടോളൂ നിങ്ങൾ, പഴയ ഒരു തറവാട്. അരിക്കുത്ത്, ഗോതമ്പ് കുത്ത്, നെല്ലുകുത്ത്, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പറ്റുന്ന സ്ഥലം. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോ കല്യാണം മഞ്ഞായാലും പച്ചായാലും ഇനി ചോപ്പ് തന്നെ ആയാലും കുഴപ്പമില്ല, അതിന് പറ്റിയൊരു സ്പോട്ടാണ് ഇത് കേട്ടോ. അപ്പൊ ഈ സ്പോട്ട് എവിടെയെന്ന് അറിയണ്ടെങ്കിൽ ഇത് നമ്മളെ കോട്ടക്കന്ന് മലപ്പുറത്തേക്ക് പോണടുത്ത് പൊന്മള പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഞങ്ങളിന്ന് ഇവിടെ കൂടിയിരിക്കണേ നമ്മളെ ഗ്രൂപ്പിൽ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനാട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളെ ഗ്രൂപ്പില് ഉമ്മമാക്കൊരു സർപ്രൈസ് ആണ് നമ്മൾ കൊടുക്കണ്ടേ. മുപ്പത്തേര് അറിയാതെ ഞങ്ങളെല്ലാരും കൂടി ഒരു മോം ട്യൂബാണ് സെറ്റ് ആക്കിയതാട്ടാ. മെയിനാവും തോന്നുന്നുണ്ട്. ഡബനാട്ട മെയിന് ഇജല്ല മെയിൻ പറഞ്ഞാള് അനിസാറ്. ബാക്കിൽ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേക്ക് നിൽക്കണല്ലോ സിയ, കേക്ക് നിൽക്കണല്ലോ. ടോക്കണ്ട ടോക്കല്ല ഇവിടെ ടോക്കൺ നമ്പർ പറ്റാ അന്റെ ടോക്കണ്ടാ? അല്ല ടോക്കൺ ഇല്ലാത്തോണ്ടാ? ടോക്കണ്ടാ? ടോക്കണില്ല ഇല്ല. ഹസ്ബൻഡ് ടോക്കൺ ഇല്ലാത്തോൾക്ക് കൊടുക്കണ്ടട്ടാ. കുറച്ച് ആൾക്കാർ ഇല്ല. ടോക്കല്ല ടോക്കല്ല. അടുത്ത കാര്യ പരിപാടി നടക്കുകയാണ്. ഒന്നും കൂടി നോക്കോ. ആ ചോറ് കുറച്ചാണ് കേൾക്കണ്ട, രണ്ടാമട്ടം തരും. ഓ ശരി. ഇതെന്താ ഉള്ളി? അതാണ് ഉള്ളി താത്തട്ടാ. അത് അച്ചാർത്താത്ത ഉള്ളി താത്ത. എനിക്ക് രണ്ടും പറ്റും. എന്നെ കടിച്ചാത്തൊക്കെ ഞാൻ തിന്നും. ചോറടി വീട്ടിലല്ലേ വ്യവസായ. അപ്പൊ എന്താ നിങ്ങൾക്ക് പറഞ്ഞ കഥ എന്താ?
നിങ്ങളിപ്പോ അല്ലേ പറഞ്ഞ പണ്ടത്തെ പുതിയാപ്പിളി പെണ്ണുങ്ങളും പോകേണ്ട കഥ ഒന്ന് പറഞ്ഞാണേ. അത് പറയാൻ കാരണം നാട്ടിൽ മാപ്പിള പെണ്ണോട് വന്നിരുന്നു. ആ അപ്പൊ ഓല് 4-8 കാലം മാറി വിട്ടുവിട്ട് നിന്നപ്പോ ഞാൻ പറഞ്ഞ പഴയ കാലത്ത് മാപ്പിള പെണ്ണു എങ്ങനെ ഉണ്ടാകാം, ഒട്ടി പോകും. കല്യാണത്തിന് പോയി നടന്നാണ് പോകുന്നേക്കാം. ഹുസൈൻ ബോൾട്ട് പോലെ ഒരു പോക്കാം മുന്നില് മുമ്പില്. എന്നിട്ട് ആ പെണ്ണുങ്ങൾ ഒപ്പത്തെ വേണ്ടി ഇറങ്ങിയ പാഞ്ഞാല പെണ്ണ് ഒപ്പത്തില്ല. എന്നാലും ഒരു പറലോ അലകരാ ഉണ്ടാകാം. പക്ഷെ ഇപ്പഴോ ഒട്ടി 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 പിടിച്ചില്ല. ഒരു വീട് നോക്കില്ല ഒന്ന് ഒരു കാര്യം ചെയ്യുന്നടിയിൽ വന്നിക്കാണ്ട് ഇപ്പം പോലിടുക. പിന്നെ എല്ലോ ശരിക്കും കാണിക്കുള്ളൂ. ഇപ്പൊ ഇതേ കൊള്ളാം. ഒന്നായി പറഞ്ഞാണ് നമ്മളെ ചാനലിന് വേണ്ടിട്ട്. അതൊക്കെ നമ്മളെ മുത്തുമണികളാണ് അല്ലേ, കൊറേ കാലങ്ങളായിട്ടുള്ള. എത്രപ്പോ ചോദിക്കാതെ